അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ, ഇസ്രയേലിലുണ്ടാക്കിയ യാതൊരു സാധനം ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റിയില്ല. സാർ എന്തോ ഈ പറയുന്നതെന്ന് സാറിന് മനസ്സിലാകുന്നുണ്ടോ? അയാൾ എന്നോട് തിരിച്ചൊരു ചോദ്യം, ഞാൻ എന്നോട് വട്ടനാണോ? അപ്പം ഞാൻ പറഞ്ഞു, അതിൽ കുറയത്തില്ല. അയാളങ്ങ് ചൂടായി. ഞാൻ വട്ടനോ? നീ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ ചോദിച്ചു, സാറ് ഇസ്രയേലുമായി ബന്ധപ്പെട്ടതൊന്നും ഉപയോഗിക്കത്തില്ലേ? ഇല്ല. ഞാൻ പേന ഉപയോഗിക്കൂ. എൻ്റെ പോക്കറ്റിൽ ഒന്നുണ്ടായിരുന്നു, അയാളുടെ പോക്കറ്റിൽ ഉപയോഗിക്കും. നമ്മുടെ ഇത് കണ്ടുപിടിച്ച ഒരു ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്, തനിക്കൊന്ന് ഒഴിവാക്കാം. താൻ ടെലിഫോൺ ഉപയോഗിക്കൂ. അത് കണ്ടുപിടിച്ചത് വേറൊരു ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്, തനിക്കൊന്ന് ഒഴിവാക്കാം. തൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ? അത് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. താൻ കാർ ഓടിക്കുമോ? അത് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. താൻ പ്ലെയിനിൽ കയറുമോ? ജെറ്റ് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. താൻ കടലാസ് ഉപയോഗിക്കുമോ? പെൻസിൽ ഉപയോഗിക്കുമോ? ബുക്ക് ഉപയോഗിക്കുമോ? ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. താൻ തുണി ഉടുക്കുമോ? തുണിമില്ല് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. ഇസ്രയേലുമായി ബന്ധമുള്ളതൊന്നും വീട്ടിൽ കയറ്റുകയെന്ന് പറഞ്ഞാൽ തനിക്ക് വട്ടിൽ കുറവെന്നത്. കാട്ടാളന് പോലും പറയാൻ പറ്റുകയില്ല, കാട്ടാളൻ. കാരണം ദൈവം ഒരു അനുഗ്രഹം അനുഗ്രഹിച്ചത്.